അന്തിവിണ്ണിൻ മനോഹര ഭാവങ്ങൾ, അക്കരശ്മിതൻ ഉജ്ജ്വല സ്വപ്നങ്ങൾ, ഉന്മദം തലേലാറ്റിതെന്നേക്കുമായി പൊന്മലരിൻ ചരമഗീതങ്ങളിൽ. മനുഷ്യാനുഭവത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ട് ഭാവമാണ് നഷ്ടബോധം. അത് നല്ലതായതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, ഒരിക്കലല്ല. ഇപ്പം നമ്മുടെ നഷ്ടബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യകാലം ലോകത്തിലെ ഏറ്റവും മികച്ച ബാല്യകാലം ആയതുകൊണ്ടല്ല അതിന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വിഷാദമുള്ളത്. അത് നമ്മുടേതാണെന്നുള്ളത്. ഗദ്യമാണോ പദ്യമാണോ വേണ്ടത് എന്നുള്ള വലിയ ഒരു വിവാദം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്തു. ഈ രാമചന്ദ്ര മാഷാണ് ഗദ്യം ആയിട്ട് കവിത എഴുതാം എന്ന് ഗൗരവമായി തെളിയിച്ചൊരാൾ. ചക്രവാളത്തിൽ അന്ധതമസ്സിൻ ഭീമഭീഷണാകാരം, കൃത്തിനെ നെടുവീർപ്പാൽ മതിപ്പിച്ചതം പൂവിൽ, പൂവിന്നാണ് ഏതെന്നറിയാതെ അലഞ്ഞ് ആർത്തി തേടിടും വാദം. വളരെ വൈവിധ്യമാർന്ന ഈ കവിതകളുടെ ലോകത്തിൽ ഒരു മഹാനിശബ്ദതയുടെ ഒരു തലം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു അണുകവിതയിലും ഉണ്ട് ഒരു നിശബ്ദതയുടെ ഒരു തലം. മൗനം ഞാൻ വിചാരിച്ചത് നാട്ടൂരിനെ കുറിച്ചായിരിക്കും സംസാരിക്കാനാണ്. ഞാൻ നാട്ടൂരിൽ അങ്ങനെ ഒരു മൗനത്തിൻ്റെ ആളായതുകൊണ്ട്. പക്ഷെ ഇത് ഗംഭീരമായൊരു അനുഭവമായിരുന്നു. നിറവേറാത്തതാമേതോ പഴയ മോഹത്തിൻ ക്ഷീണസ്മരണ പോലെ നാടെന്നിൽ ഉറങ്ങിടുന്നു. പരക്കുന്നു പുലരിതൻ തുടുനിറം, കുതിച്ചെത്തും ഇരുളിൻ്റെ ജയോന്മത്തഹാസം കണക്കെ. ഈ വർഷത്തെ കവിതാ ദിനവും ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഈ കവിതാത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്ന, ഇനി എത്തിച്ചേരാനുള്ള എല്ലാ സഹൃദയരെയും ഹൃദയപൂർവ്വം ഓർമ്മ മഴയിലേക്ക് കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി, പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ വി.ജി. തമ്പി സാറിനെ ക്ഷണിക്കുന്നു. നമുക്കറിയാം, ലോക സാഹിത്യത്തെ നോക്കിയാൽ ഒരു അണുകവിത മുതൽ ഒരു ഇതിഹാസ കവിത വരെ വളരെ വൈവിധ്യമാർന്ന ഈ കവിതകളുടെ ലോകത്തിൽ ഒരു മഹാനിശബ്ദതയുടെ ഒരു തലം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു അണുകവിതയിലും ഉണ്ട് ഒരു നിശബ്ദതയുടെ ഒരു തലം. ആ കാരണം ഒരു കവിതയിലേക്ക് നമ്മൾ താല്പര്യപൂർവ്വം പ്രവേശിക്കുമ്പോൾ വായനയിലൂടെ പ്രവേശിക്കുന്ന സമയത്ത് ആ കവിതയ്ക്കകത്തുള്ള രഹസ്യ കേന്ദ്രം എന്ത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് അന്വേഷിക്കുന്നത്. ആ കവിതയ്ക്കകത്ത് ഒരു രഹസ്യ കേന്ദ്രമുണ്ട്, ഒരു മിസ്റ്ററി കിടപ്പുണ്ട്. മറ്റെല്ലാം അതിനകത്തുള്ള മറ്റു വിവരണങ്ങളാണ്. പക്ഷെ അതിനകത്ത് കിടക്കുന്ന ആ ഒരു മിസ്റ്ററിയെ, ആ ഒരു രഹസ്യ കേന്ദ്രത്തെ കണ്ടെത്തണമെങ്കിൽ ആ കവിതയ്ക്കകത്തുള്ള നിശബ്ദതയിൽ നമുക്ക് സ്പർശിക്കാനായിട്ട് സാധിക്കണം. എന്താണ് ആ നിശബ്ദത എന്നുള്ളത്? ഈ ഗദ്യ പദ്യ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായി. ഗദ്യത്തിലെഴുതണം, പദ്യത്തിലെഴുതണം. ഈ രാമേന്ദ്രൻ മാഷ് എന്ന സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം സംസ്കൃതം അധ്യാപകനായിട്ടാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ തുടങ്ങിയത്. പിന്നീട് മലയാള അധ്യാപകനായി, വീട്ടിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഇങ്ങനെ 3 ഭാഷയിലൂടെ ഒരു ദിവസം സഞ്ചരിക്കുക, വീട്ടിൽ തമിഴും പറയും. അങ്ങനെ 4 ഭാഷയിൽ ഒരുമിച്ച് വ്യാപരിച്ചിരുന്ന ഒരാൾ ഇത്രയധികം ലിറ്റററി സ്കോളർഷിപ്പ്, യഥാർത്ഥമായ സാഹിത്യ പാണ്ഡിത്യം, അത് ഈ ബൈഹാർട്ട് പിടിച്ച പാണ്ഡിത്യമല്ല, സാഹിത്യജ്ഞാനം ഉള്ള ഒരു കവി വേറുണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെ പോലെ അത്ര കേമന്മാരായ ശിഷ്യന്മാരും അധ്യാപകൻ ഉണ്ടായിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ അയ്യപ്പ പണിക്കരാണ്, മറ്റൊരു പ്രധാനപ്പെട്ട ശിഷ്യൻ ആറ്റൂർ രവിവർമ്മയാണ്. അങ്ങനെ വലിയ വലിയ ശിഷ്യന്മാർ. അദ്ദേഹത്തിൻ്റെ ഗുരുക്കളും എല്ലോ ഗംഭീരന്മാരാണ്. എൽ.വി. രാമസ്വാമി അയ്യരാണ് അദ്ദേഹത്തെ മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. ജി ശങ്കരക്കുറുപ്പാണ് മലയാളം പഠിപ്പിച്ചത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തൃപ്പൂണിത്തുറ ഹൈസ്കൂളിൽ വൈലോപ്പിളിയാണ് അദ്ദേഹത്തെ മലയാളം പഠിപ്പിച്ചത്. മലയാള സയൻസ് പഠിപ്പിച്ചത്. ഇങ്ങനെ വലിയ ശിഷ്യസമ്പത്തും ഗുരുസമ്പത്തും ഉള്ളൊരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പോലെ സതീർത്ഥ്യനോ, പി ഭാസ്കരൻ സതീർത്ഥ്യനാണ്. മഹാരാജാസ് കോളേജിൽ പഠിപ്പിക്കുന്നത് പി ഭാസ്കരൻ്റെ സതീർത്ഥ്യനായിരുന്നു അദ്ദേഹം. ഇങ്ങനെ സർവത്തിലും എഴുത്തിൻ്റെ എല്ലാ രംഗത്തും ഉള്ള ഒരാളായിരുന്നു ഈ രാമേന്ദ്രൻ. അങ്ങനെയുള്ള ഒരാളെ പറ്റിയല്ലേ പറയേണ്ടത് നമ്മളിപ്പോൾ. ഇനി അതല്ലാതെ വേറൊരു കാരണമുണ്ട്. എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ഒരാൾ,
1977 ഞാൻ കോഴിക്കോട്ട് ജോലിയായിട്ട് സംബന്ധമായിട്ട് ചെന്നത്. അന്ന് മുതൽ ഏതാണ്ട് 2002 വരെ ഞാൻ അദ്ദേഹത്തെ കാണുക എന്നത് ഒരു നിത്യസംഭവമായി. വളരെ ഒരു എന്താ പറയണ്ട, പുഞ്ചിരിക്ക് വളരെ നിഷ്കളങ്കമായ സൗമ്യമായുള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് എന്തെങ്കിലും കുസൃതി പറയും. ആളിനെ പറ്റിയൊക്കെ നസ്യം പറയും. അയ്യപ്പണിക്കരെ പറ്റിയൊക്കെ നല്ല നസ്യം പറയും. എല്ലാവരെ പറ്റി നസ്യം പറയും. ഒരാളും അദ്ദേഹത്തിൻ്റെ പൂർണ്ണതാബോധത്തിന് തൃപ്തി നൽകിയിട്ടില്ല. പി കുഞ്ഞിരാമൻ നായരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടകവി. പക്ഷേ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ പോലും അദ്ദേഹത്തിന് തൃപ്തി നൽകിയിട്ടില്ല. ഇപ്പോൾ കോലായ എന്നുള്ള ചർച്ചയിൽ അദ്ദേഹം പറയും ആ കളിയച്ഛനെ പറ്റിയിട്ടുള്ള ദോഷങ്ങളാണ് പറയുക. ഇത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ആറ്റുകുഴലിക്ക് അതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കളിയച്ഛൻ അദ്ദേഹം പഠിപ്പിക്കാൻ ചില വരികൾക്ക് എഡിറ്റ് ചെയ്യണം എന്ന് പറയും. കളിയച്ഛനാണ് പി കുഞ്ഞിരാമൻ നായരുടെ ഒരുമാതിരി ഭേദപ്പെട്ട ശില്പഭംഗിയുള്ള കവിത. പക്ഷെ അതുപോലും ആറ്റൂരിനെ തൃപ്തിപ്പെടുത്തുന്നില്ല. ഇത് ഗുരുവിൽ നിന്ന് കിട്ടിയ അതേ സംഗതിയാണ്. ഇങ്ങനെ ഒരു ഗുരുവിന് കിട്ടിയതോ പി കുഞ്ഞിരാമൻ നായരെന്നാണ്. കുഞ്ഞിരാമൻ നായരാണെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ വേലയെ അറിയില്ല. ഇദ്ദേഹം പറയുന്നുണ്ട് കുഞ്ഞിരാമൻ നായർക്ക് എഡിറ്റിംഗ് ഇല്ല, ഇത്ര വാചാലമായിട്ട് കവിയില്ല. പക്ഷേ എനിക്ക് ശങ്കരക്കുറുപ്പിൻ്റെ ഈ രൂപകാലങ്കാരങ്ങളും രൂപകാതിശയോക്തിയും ഒക്കെ മടുത്ത് ഞാൻ അവസാനം അണഞ്ഞ ഒരു തീരമാണ് പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ആദ്യം ഇദ്ദേഹം ശങ്കരക്കുറുപ്പിൻ്റെ അതേ രീതിയാണ് കവിത എഴുതിയത്. നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കാവ്യശൈലി നോക്കിക്കഴിഞ്ഞാൽ തുളസി എന്ന് പറഞ്ഞൊരു കാവ്യ പുസ്തകം അദ്ദേഹം ആദ്യ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സമാഹരിച്ചത് ഈ വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി അരുണോദയം പ്രസ് എന്നൊരു പ്രസ് ഉണ്ടായിരുന്നു. ആർക്കും ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ പ്രസ്സിലാണ് അത് അച്ചടിച്ചത്. അപ്പോൾ അതിൽ ഒരു കവിത ആരംഭിക്കുന്നത് നോക്കി കേട്ടുവെക്കുക. ഒരു വരികൾ രൗദ്രസുന്ദരമാരാൽ അണവു, രൗദ്രസുന്ദരം ആരാൽ അണവു, വപ്രക്രീഡോന്മത്ത കുംഭി പോൽ. ഇത് ശങ്കരക്കുറുപ്പല്ലാതെ വേറെ ആരുമല്ല. വപ്രക്രീഡോന്മത്ത കുംഭി പോൽ. കുംഭി എന്നതിൻ്റെ അർത്ഥം തന്നെ ആളുകൾക്ക് അറിയില്ല. വപ്രക്രീഡ എന്ന് പറയുന്നത് പല ആളുകൾക്കും അർത്ഥം അറിയില്ല. വപ്രക്രീഡോന്മത്ത കുംഭി പോൽ ധൂളീധൂസരം ഝഞ്ചാവാദം. ഒരു കൊടുങ്കാറ്റ് വരികയാണ്. അതിനെ ശങ്കരക്കുറുപ്പ് എങ്ങനെ ആ കൊടുങ്കാറ്റിനെ പറ്റി പറയുമോ അതേപോലെയാണ് ആദ്യകാല ആർ രാമേന്ദ്രൻ പറയുക. ഈ തുളസി എന്നുള്ള ആദ്യകാല കാവ്യ സമാഹാരത്തിലാണ് ഇങ്ങനെ. അങ്ങനെ ശങ്കരക്കുറുപ്പിൻ്റെ കവിതയെ അനുധാവനം ചെയ്ത് അതുപോലെ എഴുതാൻ ശ്രമിച്ച് അദ്ദേഹം പറയണം, ഒരു ദിവസം ഞാൻ കുഞ്ഞിരാമൻ നായരുടെ കവിത വായിച്ചു. അതോടുകൂടി എൻ്റെ കാവ്യ സ്വഭാവം, എനിക്ക് കവിതയെ പറ്റിയിട്ടുള്ള വിചാരവും എല്ലാം പോയി, വേറൊന്നായി. അത് പിന്നെ എന്നിൽ നിന്ന് ഉറവെടുക്കാൻ കഴിയും. അവനവൻ്റെ അനുഭവത്തിന് കുഞ്ഞിരാമൻ നായരുടെ കവിതയിലുള്ള അനുഭവമായിട്ട് വലിയ സാമ്യം കാണാൻ കഴിയും. അങ്ങനെയാണ് താൻ മാറിയത്, തന്നെ മാറ്റിയത് എന്ന്. അപ്പോൾ ആർ രാമേന്ദ്രനും ആറ്റൂരും തമ്മിലുള്ള ഒരു കോമണായ മീറ്റിംഗ് പോയിന്റാണ് ഈ പി കുഞ്ഞിരാമൻ നായർ. ഒരാൾ കുഞ്ഞിരാമൻ നായരെ പറ്റി മേഘരൂപൻ എന്നൊരു കവിത എഴുതി. ആറ്റൂർ രവിവർമ്മ ഇതേപോലെ തന്നെ ആർ രാമേന്ദ്രനോ എന്നും നിത്യമായിട്ടുള്ള ഒരു ആരാധനാമൂർത്തിയായിരുന്നു കുഞ്ഞിരാമൻ നായർ. അപ്പോൾ കുഞ്ഞിരാമൻ നായരെ പറ്റി ഭയങ്കര നസ്യമൊക്കെ പറയും. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിരാമൻ നായർ വളരെ രസികനാന്ന് പറയും. ഒരു ദിവസം അദ്ദേഹം ഒരു 1940-കളിൽ മറ്റേ അന്ന് ഇയാൾ രാമേന്ദ്ര മാഷ് പയ്യനാണ്. രാമേന്ദ്ര മാഷോട് പറഞ്ഞു, രാമേന്ദ്ര ഒരു കാര്യം ചെയ്യും, എൻ്റെ കവിതകളൊക്കെ ഒന്ന് പകുത്ത് തിരഞ്ഞെടുത്തിട്ട് നീ ഒരു അവതാരി എഴുതിയിട്ട് ഞാൻ PK ബ്രദേഴ്സിൽ കൊടുക്കുക, എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട്. അപ്പോൾ രാമേന്ദ്ര മാഷ് വളരെ പണിപ്പെട്ട് കുഞ്ഞിരാമൻ നായരുടെ ആ കവിത നന്ന്, ഈ കവിത നന്ന് എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്ത് അദ്ദേഹം ഒരു അവതാരികയൊക്കെ എഴുതി. അവതാരി എഴുതുമ്പോഴും ആ കവിതകളിൽ ചില ഭാഗങ്ങളിലുള്ള തൻ്റെ വിമർശനവും വിപ്രതിപത്തിയൊക്കെ എഴുതി വൃത്തിയായി സാമാന്യം നന്നായി എനിക്ക് തോന്നി. അത് PK ബ്രദേഴ്സ് കൊടുത്തു. പിന്നെ കുഞ്ഞിരാമൻ നായർ അഡ്രസ്സേ ഇല്ല. പിന്നെ എവിടെയോ വെച്ച് കുഞ്ഞിരാമൻ നായർ കണ്ടപ്പോൾ കുഞ്ഞിരാമൻ നായരെ കണ്ടു. അപ്പോൾ ഈ പുസ്തകവും കണ്ടു. അപ്പോൾ രാമേന്ദ്ര മാഷ് നോക്കുമ്പോൾ അതിൽ അവതാരികനില്ല. അതും അവതാരികളുടെ ചെറിയ കുറേ ഭാഗമുണ്ട്. ബാക്കി എതിര് പറഞ്ഞ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഞാൻ സെലക്ട് ചെയ്ത 2 കവിതകൾ മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ.
അങ്ങനെ ഒരു സൂത്രക്കാരനാണ് അദ്ദേഹം. വേറെ ചില സൂത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ ഇടയ്ക്ക് കോഴിക്കോട്ട് നിത്യവും, എന്നാലും രാമചന്ദ്ര മാഷെ വലിയ വാത്സല്യം ആയതുകൊണ്ട് ഉണ്ണാനൊക്കെ അവിടെ വരും. ഉണ്ണാൻ വരുമ്പോൾ ഒരു ദിവസം മുന്നിൽ പറഞ്ഞു, രാമചന്ദ്ര എൻ്റെ പഴയ മാതൃമേശപ്പൂർ ഒന്നൊരു കവിതയുണ്ട്, അതൊന്ന് പകർത്തിരുന്നു. അതെന്തിനാ? ഇപ്പം മാതൃമയ്ക്ക് ഓടപ്പത്തിൽ ഒരു കവിത വേണം, ഇതൊന്നും എൻ്റെ കവിത ഒന്നും ആരും വായിക്കില്ല. ഇപ്പം പഴയ കവിത എടുത്ത് കൊടുത്തിട്ട് ആരും തിരിച്ചറിയാനൊന്നും പോകില്ല, എനിക്കാണ് കാശ് കിട്ടുകയും ചെയ്യും. ആ മാഷത് പകർത്തി കൊടുത്തു. കുഞ്ഞിരാമനാർ കാശും വാങ്ങി പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള ചില ഭയങ്കര തമാശകൾ മാത്രമല്ല, ഇത് കുഞ്ഞിരാമൻ നായരെയും രാമചന്ദ്രൻ മാഷയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിൻ്റെയും കുഞ്ഞിരാമൻ നായരുടെ രചനാ രഹസ്യത്തിലേക്കും ഒക്കെയുള്ള ചെറിയ ചെറിയ വാതി തുറന്നുള്ള നോട്ടങ്ങൾ കൂടിയാണ്. അങ്ങനെ കുഞ്ഞിരാമൻ നായരുടെ കവിത കണ്ടതോടുകൂടിയാണ് രാമചന്ദ്രൻ മാഷ് വളരെ വ്യത്യസ്തനായി തീർന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കവിതയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഈ കുഞ്ഞിരാമൻ നായർക്കും ഈ രാമചന്ദ്രൻ മാഷ്ക്കുള്ള പൊതുവായിട്ടുള്ള ഒരു സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഇപ്പോൾ രണ്ട് പേരും പെയിൻറ്റർമാരായിട്ട് നമുക്ക് സങ്കല്പിക്കാം. പെയിൻറ്റർമാർ ആരും രണ്ടുപേരും മനുഷ്യരുടെ ചിത്രം വരച്ചിട്ടില്ല. എല്ലാം പ്രകൃതിയുടെ ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങൾ മാത്രമേ, ലാൻഡ്സ്കേപ്പ് മാത്രമേ വരയ്ക്കുള്ളൂ. കവിതയിൽ വരച്ച അതിമനോഹരമായ ഭൂഭാഗ ചിത്ര വിസ്മയങ്ങളാണ് ഈ കുഞ്ഞിരാമൻ നായരുടെ കവിത. കണ്ണീരണിഞ്ഞു ഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കയറിപ്പോയി ഓണകൊന്നിലാവണിൽ നാളുകൾ. ഇതിൽ ഒരു മനുഷ്യനുമില്ല, മനുഷ്യരേ ഇല്ല. കളിയച്ചനിൽ ഒരു നടനുണ്ട് മനുഷ്യനായിട്ട്, പക്ഷെ ബാക്കി അരങ്ങിലൊക്കെ പ്രകൃതിയാണ്. കഴിയുമെങ്കിൽ മനുഷ്യരെ കവിതയ്ക്കകത്ത് പ്രവേശിപ്പിക്കാതിരിക്കുക. മനുഷ്യരായാൽ പ്രവേശനം പാസ് മൂലം പറ്റും. അങ്ങനെ മനുഷ്യരെ പുറത്തു നിർത്തി പ്രകൃതിയുടെ വർണ്ണങ്ങളും നിറങ്ങളും മൗനങ്ങളും ഛായാഭേദങ്ങളും വർണ്ണഭേദങ്ങളും ഒക്കെ ചേർത്ത് ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് കുഞ്ഞിരാമൻ നായർക്കും അതുപോലെ ഈ ആർ രാമേന്ദ്രനുള്ള പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം. അപ്പോൾ കുഞ്ഞിരാമൻ നായരും ഈ ഇദ്ദേഹവും ആർ രാമേന്ദ്രനും തമ്മിലുള്ള ഒരൊറ്റ നൂല് എവിടെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യ ചിത്രങ്ങളെ വരയ്ക്കുകയേ ചെയ്യാത്ത, മനുഷ്യനെ ഉൾപ്പെടുത്താത്ത ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങുകൾ വരയ്ക്കുന്ന ഒരു കവി. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മനുഷ്യനുണ്ടെങ്കിലല്ലേ ശബ്ദങ്ങളുണ്ടാവുള്ളൂ. അപ്പം മനുഷ്യനില്ല, ശബ്ദങ്ങളില്ല. പിന്നെ ഈ പെയിൻറ്റേഴ്സിന് ഇഷ്ടമുള്ള ഓരോരോ ഛായ, നിഴലും വെളിച്ചവും വീണ ഛായകൾ, ആ ഛായകളൊക്കെ ഏറ്റവും അധികം മൂർത്തമാവുന്നത് വെയിലാവുമ്പോഴല്ല, സന്ധ്യയാവുമ്പോൾ. സന്ധ്യക്കാണ് നിഴലുകൾക്ക് അങ്ങനെ നീളം വർദ്ധിക്കും. ഇരുട്ട് വെളിച്ചത്തോട് ഇണചേർന്നിട്ട് വേറെ രൂപങ്ങളും മായിക ദൃശ്യങ്ങളും ഉണ്ടാക്കും. അത് നിങ്ങൾ അകാരണമായിട്ടുള്ള വിഷാദങ്ങൾ കൊണ്ട് നിറയ്ക്കും. അത് നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ഉത്കണ്ഠകളെ ജനിപ്പിക്കും. സന്ധ്യ എന്നുള്ളത് പ്രാന്തന്മാരെ വല്ലാതെ ഉന്മേഷം കൊള്ളിപ്പിക്കുന്ന, ഭയങ്കരമായിട്ട് ഉത്തേജിപ്പിക്കുന്ന ഒരു സമയമാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു തരം വിഷാദം എല്ലാവരിലും ജനിപ്പിക്കുന്ന ഒരു ഇടവേളയാണ്, സമയത്തിൻ്റെ ഒരു ഇടവേളയാണ് സന്ധ്യ. ഈ കുഞ്ഞിരാമൻ നായരുടെ കവിതയിൽ ഏറ്റവും അധികം ആവർത്തിച്ച് വരുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സമയം സന്ധ്യ. ഈ രാമചന്ദ്രൻ മാഷയുടെ വീടിന് പേര് തന്നെ സന്ധ്യ എന്ന്. സന്ധ്യയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം. സന്ധ്യാവേളയിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉടക്കി നിൽക്കുന്നത്. ആ സന്ധ്യകളിലാണ് അദ്ദേഹം പ്രവർത്തന നിരതനാവുന്നത്. എത്രയോ കവിതകൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ എടുത്ത് ഉദാഹരിക്കാം. സന്ധ്യയുടെ ഒരു എന്താ പറയുക മായികത, മായികതയേക്കാൾ അധികം അത് നമ്മളെ വലിച്ചെടുപ്പിക്കുന്ന വിഷാദത്തിൻ്റെ ഒരു കയം, ഒരു നീലക്കയം. അതാണ് ശ്യാമസുന്ദരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ. എല്ലാ കവിതകളും അദ്ദേഹത്തിന് ശ്യാമസുന്ദരി എന്ന് പേരിടാം. കാരണം ശ്യാമം എന്ന് പറഞ്ഞാൽ കറുപ്പ്, സുന്ദരി, ശ്യാമമാണ് സൗന്ദര്യം. ഇങ്ങനെ കറുപ്പിൻ്റെ സൗന്ദര്യത്തിൽ ഇത്രയധികം മുഗ്ധനായി ആ കറുപ്പിനെ തന്നെ താലോലിച്ച് അത് ആ കറുപ്പിന് എന്തെല്ലാം രൂപഭാവങ്ങളാണ്. അതിന് മരണത്തിൻ്റെ രൂപമുണ്ട്, ശോകത്തിൻ്റെ രൂപമുണ്ട്, വിഷാദത്തിൻ്റെ രൂപമുണ്ട്, ഗൃഹാതുരത്വത്തിൻ്റെ രൂപമുണ്ട്.
ഇങ്ങനെ എത്രയോ രൂപാന്തരങ്ങളിലൂടെ ഈ സന്ധ്യ എന്നുള്ള വിഷാദം അങ്ങനെ പരന്ന് നിറഞ്ഞു കിടക്കുന്ന ഒരു കാവ്യലോകമാണ് ആറാമത്തെ. ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ പറയാം നമുക്ക്. അത് ഉദാഹരണത്തിന് എന്താ പറയുക, കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ അതേപോലെ തന്നെ എടുത്ത് കുറുക്കി ഉണ്ടാക്കിയതാണ്, വാറ്റിയെടുത്തതാണ് ആറാമൻ്റെ കവിത എന്ന് വ്യക്തമാണ്. ഒരു ഉദാഹരണം രാമേന്ദ്ര മാഷിൻ്റെ കവിതയാണ്. ഇരുളിനെ കാത്തൂകിടക്കും ആലിൻ കരിനിഴൽ അറിയാതുറക്കമായി. ഇത് കുഞ്ഞിരാമനാരാണോ അതോ മറ്റേ പി ആണോ അല്ല രാമചന്ദ്രൻ മാഷാണോ എഴുതി നമുക്ക് മനസ്സിലാവില്ല. കുന്നിൻ ചെരുവിലെ കൊന്നതൻ പൂവണി കയ്യിലുറങ്ങിക്കിടക്കുന്നു സന്ധ്യകൾ. എന്തൊരു മനോഹരമായ ചിത്രം! കുന്നിൻ ചെരുവിലെ കൊന്നതൻ കയ്യിൽ പൂവണിക്കൈയിൽ ഉറങ്ങിക്കിടക്കുന്നു സന്ധ്യകൾ. ഇത്ര സൂക്ഷ്മമായിട്ട്, ഇത്ര കൊത്തിയെടുത്ത പോലെയുള്ള ഒരു ചിത്രം സൂക്ഷ്മമായിട്ട്. അവിടെ സന്ധ്യ വരും, അവിടെ കുന്നിൻ ചെരുവ് വരും. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കുന്നിൻ ചെരുവാത്. കുന്നിൻ ചെരുവിലെ കൊന്നതൻ പൂവണിക്കൈയിൽ ഉറങ്ങിക്കിടക്കുന്നു സന്ധ്യകൾ. ഇങ്ങനെ ഒരുപാട് അമൂർത്ത ചിത്രങ്ങൾ വരും. ഇതൊക്കെ കുഞ്ഞിരാമൻ നായർ വരുന്നതാണ്. കണ്ണീരണിഞ്ഞ് കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കയറിപ്പോയി ഓണ വെണ്ണിലാവളി രാവുകൾ. അത് പറഞ്ഞു. തൂവെളിച്ചം മെഴുകിയോരമ്പരങ്കണ വീതിയിൽ കതിർക്കറ്റ് ചുമന്നെത്തി കിതയ്ക്കും മുഗ്ധസന്ധ്യകൾ. അത് ആളുകളല്ല ആ കൊയ്ത കറ്റ കൊണ്ടുവരുന്നത്, മുഗ്ധസന്ധ്യകളാണ്. സന്ധ്യകളാണ് ഈ തലച്ചുമടായിട്ട് കറ്റ കൊണ്ടുവരുന്നത്. മങ്ങിയ സാന്ധ്യപ്രദീപവുമായിട്ടു മന്ദമണയുന്ന ഹേമന്ത സന്ധ്യ. വീണ്ടും സന്ധ്യ വരുന്നു. മങ്ങിയ വെളിച്ചം കൊളുത്തി എടുത്തുകൊണ്ട് വിളക്കുമായിട്ട് സന്ധ്യ, ഹേമന്ത സന്ധ്യ വരുന്നു. രാക്കരിക്കും കണ്ണുകുത്തി തുള്ളുന്നു വെള്ളം തെറിക്കവേ ചിരിച്ചും കൊണ്ടൊന്ന് കണ്ണു ചിമ്മിപ്പോയി പുലർതാരക. ഇതൊക്കെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ്. അതിൽ ചെറിയ ചലനം അതിലുണ്ട്, പക്ഷെ എന്നാൽ പോലും നിശ്ചല ഛായാചിത്രങ്ങളാണ്. അങ്ങനെയുള്ള ഉദാഹരണങ്ങളേറെ വളരെയധികം ഉണ്ട്. കുഞ്ഞിരാമൻ നായരുടെ കവിത മുഴുവൻ ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ നിശ്ചല ചിത്രങ്ങളാണ്. പ്രലോഭനം, പരിത്യക്തം തുടങ്ങിയതിലൊക്കെ ഉണ്ട്. എന്തൊരു അമൂർത്ത കൽപ്പനകളാണ് അതിൽ. വിജന കുഞ്ചങ്ങൾ പോലും, ആരുമില്ലാത്ത ഈ വള്ളിക്കുടിലുകൾ പോലെ നെടുവീർപ്പിടുകയാണ്. ആര്? വിരഹാകുലങ്ങളായി ഇദ്ദിനങ്ങൾ. വിജനകുഞ്ചങ്ങൾ പോൽ വീർപ്പിടുന്നു വിരഹാകുലങ്ങളായി ഇദ്ദിനങ്ങൾ. അതുപോലെ വേറൊന്ന്, നീരവ ഗ്രീഷ്മതടീനീതടങ്ങളിൽ നീണ്ടു കിടക്കും നിഴലിൻ കിനാവുകൾ. വികാര തീക്ഷ്ണമല്ല, വളരെ സൂക്ഷ്മമായിട്ടുള്ള വികാരം. പിന്നെ അതിനൊക്കെ അർത്ഥം പറയാൻ പറ്റാത്ത വരികൾ. അബ്ധികൾക്കപ്പുറം ചന്ദ്രിക പാടിടും അപ്സരോഭൂമിതൻ അജ്ഞാത ഭംഗികൾ. അതിന് എന്താണ് പറയേണ്ടത് നമുക്കറിയാം. അബ്ധികൾക്കപ്പുറം ചന്ദ്രിക പാടിടും അപ്സരോഭൂമിതൻ അജ്ഞാത ഭംഗികൾ. പിന്നെ വേറൊരു ദൃശ്യം, വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടെ അന്തി മറഞ്ഞുപോയി. ഒരു വയലിൻ്റെ അടുത്തുകൂടെ സന്ധ്യ അങ്ങനെ നടന്നുപോയി. അതിദൂര ശൈലശൃംഗങ്ങളിൽ കേണ് അലയും നിലാവോലെ. അതൊക്കെ എന്തൊരു ദൃശ്യമാണത്. വളരെ ദൂരെയുള്ള ഒരു ശൈലശൃംഗത്തിൽ, പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ വീണ് അലയുന്ന നിലാവ് പോലെ നീ മറഞ്ഞു. ഇങ്ങനെയുള്ള അത്ഭുതകരമായ ചിത്രവിദ്യകൾ രാമേന്ദ്രൻ മാസ്റ്റർ കവിതകളിൽ വളരെ വളരെ കൂടുതലായിട്ടുണ്ട്. ഇതിലൊക്കെ ഉള്ളത് പിരിഞ്ഞു പോകൽ, നഷ്ടപ്പെടൽ, ഇല്ലാതാവൽ, അങ്ങനെയുള്ള വിരഹാനുഭവങ്ങളാണ് ഇതിലുള്ളത്. വിഷാദം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ലോകമാണ് വിഷാദം, ശോകം, സന്ധ്യ, ലയിച്ചു പോകൽ, ഇല്ലാതാവൽ, നഷ്ടപ്പെടൽ. ഇങ്ങനൊരു ലോകമാണ് ഈ രാമേന്ദ്രൻ മാഷുള്ളത്. മാഷ് പറയും, ഈ ഒരു ഭാവം
ഇത് ഞാൻ ആദ്യമായി മലയാള കവിതയിൽ അനുഭവിച്ചത് പി കുഞ്ഞിരാമൻ നായരിൽ നിന്നാണ്. അത് വളരെ ശരിയാണ്. വേറൊരു കവിക്കും വേറൊരു കവിതയിലും, ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിലോ ശങ്ങമ്പുഴയുടെ കവിതയിലോ എടശ്ശേരിയുടെ കവിതയിലോ ഒന്നും ഇങ്ങനെ വിരഹാതുരത്വം എന്നൊരു സംഗതി മലയാള കവിതയിൽ ഇല്ല എന്ന് രാമേന്ദ്ര മാഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ഭുതത്തോടുകൂടി മറ്റൊക്കെ വായിച്ചു. ഇല്ലല്ലോ, അങ്ങനൊന്നുമില്ല. നമ്മളുടെ ജീവിതത്തിൽ നഷ്ടബോധം എന്നുള്ളൊരു വികാരം അത് മനുഷ്യാനുഭവത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ട് ഭാവമാണ്. നഷ്ടബോധം അത് നല്ലതായതുകൊണ്ട് നഷ്ടപ്പെട്ടൊന്നുമല്ല, ഒരിക്കലുമല്ല. ഇപ്പം നമ്മുടെ നഷ്ടബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യകാലം ലോകത്തിലെ ഏറ്റവും മികച്ച ബാല്യകാലം ആയതുകൊണ്ടല്ല അതിന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വിഷാദമുള്ളത്. അത് നമ്മുടേതാണെന്നുള്ളത്. അത് പോയി. ആ പോയി എന്നുള്ളത്, ആ ടൈം ലോസ്റ്റ്, അത് നിങ്ങൾക്ക് ഒരു കാലത്തും തിരിച്ച് ഭൗതികമായി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുകിട്ടില്ല. അങ്ങനെ എന്നേക്കുമായി കാലത്തിൻ്റെ ഇതിലേക്ക് അത് വീണുപോയി. ഈ നിമിഷം അത് കാലത്തിലേക്ക് വീണുപോയിരിക്കുന്നു എൻ്റെ ഭംഗിയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരിക്കലും കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോണ്ടാകുന്ന ദുഃഖം എത്ര ഇരട്ടിക്കാണ് ചെയ്യുക. ആ മട്ടിലുള്ള ഒരു വിഷാദമാണ് ഇതിലുള്ളത്. ഇത് പി കുഞ്ഞിരാമൻ നായരിലാണ് ഞാൻ ആദ്യമായി കണ്ടത് എന്നാണ് രാമേന്ദ്ര മാഷ് പറയുന്നത്. എന്തൊരു സത്യം, എന്തൊരു ഗഹന സത്യം, എന്തൊരു കണ്ടുപിടുത്തം, എന്തൊരു സാഹിത്യ നിരൂപണപരമായ ഉൾക്കാഴ്ച. ഇതാണ് രാമേന്ദ്ര മാഷിൻ്റെ ഒരു മഹത്വം. അതിനെയാണ് അദ്ദേഹം തൻ്റേതാക്കിയതും തന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പിന്നെ ചെയ്തതെന്താ, ഈ കുഞ്ഞിരാമൻ നായർ എന്നുള്ള അനുഭൂതിയെ വാറ്റാണ്. അത് വാറ്റിയെടുത്ത് നല്ല ലഹരിയുള്ള വേറൊരു വാറ്റായിട്ടാണ് ഇപ്പം ഈ വിജനപുഞ്ചൻ, ഈ അതിദൂര ശൈല ശൃംഗങ്ങളിൽ അലയും നിലാവിൻ കിനാവുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്നറിയില്ല. പിന്നെ അങ്ങനെ ഉള്ള ഒരു വരികളുണ്ട്. അത് യുക്തിപരമായിട്ട് അർത്ഥം പറയാൻ പറ്റില്ല. മാഷന്മാരെ ആകെ ഈ രാമേന്ദ്രൻ മാഷ നല്ല അധ്യാപകനാണ്. പക്ഷെ രാമേന്ദ്രൻ മാഷ എന്നുള്ള മാഷക്കും അർത്ഥം പറയാൻ പറ്റാത്ത മട്ടിലുള്ള വളരെ വിചിത്രമായ കോയനേജുകളും ഈ വാക്യഭംഗികളും ഒക്കെ ഉണ്ട്. അന്തിവിണ്ണിൻ മനോഹര ഭാവങ്ങൾ, അന്തിവിണ്ണിൻ മനോഹര ഭാവങ്ങൾ, അർക്കരശ്മിതൻ ഉജ്വല സ്വപ്നങ്ങൾ, അന്തിവിണ്ണിൻ മനോഹര ഭാവങ്ങൾ, അർക്കരശ്മിതൻ ഉജ്വല സ്വപ്നങ്ങൾ, ഉന്മദം തലേലാറ്റിതെന്നേക്കുമായി പൊന്മലരിൻ ചരമഗീതങ്ങളിൽ. ഇതാരെഴുതില്ല? കുഞ്ഞിരാമൻ നായർ എഴുതാണോ ആറാമതിന് എഴുതാണോ? നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഒരു ക്വിസ് കൊടുക്കാം. ക്വിസിൽ രണ്ടുത്തരം ശരിയാണ്. കാരണം രണ്ടുത്തരം ശരിയാവാവുന്ന മട്ടിൽ ഒരേ കവിതകളിൽ തുടരുന്ന ഒരു ഭാവമാണ് ഈ കുഞ്ഞിരാമൻ നായരുടെ ഈ ഭാവമാണ്. ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഇതിൻ്റെ അർത്ഥം മലയാള അധ്യാപകൻ എങ്ങനെ അതിന് അർത്ഥം പഠിപ്പിക്കും? വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആ കവിതയുടെ അർത്ഥത്തെ പറ്റിയിട്ട് കാളിദാസൻ മുതൽക്ക് വൈലോപ്പിള്ളി വരെ സ്വരൂപുള്ള കവിതകളിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ച ഒരു രീതിയുണ്ട്. അതെന്താ വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അർത്ഥം പറയാം. ഇപ്പോൾ പേടമാനുകളുടെ പേടി എത്തി നോക്കുന്നു എന്ന് പറയുമ്പോൾ ആ പേടി എന്താണ് എത്തി നോക്കുന്നു, അതിന് കൃത്യമായ അർത്ഥമുണ്ട്. അത് വ്യാഖ്യാനിക്കും തോറും അത് ചർവണ കൂടുതൽ ചെയ്യുന്തോറും അതിന് അർത്ഥസമ്പന്നമാവുന്നു. പക്ഷെ ഇതിനെ നിങ്ങൾ ചർവണയ്ക്ക് പറ്റില്ല. ഇത് നിങ്ങൾക്ക് അർത്ഥം വിച്ഛേദിച്ച് യുക്തിപരമായി വൈലോപ്പിള്ളി വരെ യുക്തിപരമായിട്ടൊരു അർത്ഥമുണ്ട്. യുക്തി എന്ന് പറയുമ്പോൾ അതിനുള്ള കാവ്യ യുക്തി എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു അർത്ഥം, യുക്തിയുടേതായ അർത്ഥം അത് പറയാം എന്നുള്ള രീതിയിൽ അധ്യാപകന് വശപ്പെടും കവിത എന്നുള്ള സങ്കല്പം വൈലോപ്പിള്ളി വരെ തുടർന്നുണ്ട്. എല്ലാ കവിതയും നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള പദസമ്പത്തും അതിലർത്ഥവും ഉണ്ടായാൽ മതി. പക്ഷേ ഈ അന്തിവിണ്ണിൻ മനോഹര ഭാവങ്ങൾ, അർക്കരശ്മിതൻ ഉജ്ജ്വല സ്വപ്നങ്ങൾ, ഇങ്ങനെ ഈ രശ്മി സ്വപ്നം കാണുക, ഉജ്ജ്വല സ്വപ്നം കാണുക, ഉന്മദം ആ രശ്മികൾ എന്ത് ചെയ്യുന്നു? ഉന്മദം തലചാച്ച് എന്തില്? പൊന്മലരിലല്ല, പൊന്മലരിൽ ചരമഗീതങ്ങളിലാണ് തലചാക്കുന്നത്, ഒരു പാട്ടിലാണ് തലചാക്കുന്നത്. ഇതൊക്കെ എന്ത് അസംബന്ധ. പക്ഷേ ഈ അസംബന്ധമാണ്
പുതിയ കാവ്യാനുഭവത്തിലേക്ക് കാലെടുത്ത് വെപ്പിക്കണത്. ഇപ്പൊ അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ഉണ്ട്, മറ്റേ ഒരു സർറിയലിസ്റ്റ് പ്രേമഗാനം എന്നുള്ളതിൽ കണ്ണോല കതിരുകളിൽ നക്ഷത്ര നൃത്തം മീട്ടി, തെങ്ങോലക്കതിരല്ല, കണ്ണോലക്കതിരുകളിൽ നക്ഷത്ര നൃത്തം മീട്ടി സൗരയൂഥത്തിൻ ദീർഘഗാനമായി വരുന്നു. എന്താണ് സൗരയൂഥത്തിൻ്റെ ദീർഘഗാനം? സൗരയൂഥത്തിന് ഗാനമുണ്ടോ? സൗരയൂഥം ദീർഘഗാനം ചെയ്യും? സൗരയൂഥം എന്നുള്ള ഒരു തലത്തിൽ ആലോചിച്ചാൽ ഇതെല്ലാം അസംബന്ധമാണ്. അങ്ങനെ ഒരു വാച്യതലത്തിൽ, അഭിനയുടെ തലത്തിൽ അസംബന്ധമായി തോന്നാവുന്നതും അനുഭൂതി തലത്തിൽ വളരെ ഉജ്ജ്വലമായി തോന്നാവുന്നതും ആയ ഒരു പുതിയ കാവ്യലോകം വരുമ്പോഴാണ് ആധുനികത എന്നുള്ള സംഗതി വരുന്നത്. അത് മനസ്സിലാവാതെ പോയതുകൊണ്ടാണ് വൈലോപ്പിള്ളി ഈ പുതിയ കവികളൊക്കെ ഏത് സ്കൂളിലാണ് പഠിച്ചത്. കാരണം ഇത് സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല. ഈ മാഷന്മാർ തോറ്റുപോകുന്ന ഒരു പരീക്ഷയാണ് ആധുനികത. എല്ലാ മാഷും തോൽക്കും. അങ്ങനെയുള്ള ഒരു മാഷന്മാരെ തോൽപ്പിക്കുകയും വിദ്യാർത്ഥികളൊക്കെ പാസ്സാവുകയും ചെയ്യുന്ന ഈ ആധുനിക കാവ്യ സാഹിത്യം, അതിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഓരോ കാൽവെപ്പുകളാണ് ആർ രാമേന്ദ്രൻ്റെയും പിന്നീട് വരുന്ന ശിഷ്യന്മാരുടെ. രാമേന്ദ്രനാണ് ഒരു കുലപതി, അത് സത്യമായിട്ട് ഞാൻ പറയുന്നു. ആധുനിക കാവ്യഭാഷ ആരംഭിക്കുന്നത് ആർ രാമേന്ദ്രനാണ്. കാരണം ആ കാവ്യഭാഷ അതുവരെ ഉണ്ടായിരുന്ന പദങ്ങളുടെയും സെമാൻറ്റിക്സിൻ്റെയും ലോജിക്കലായിട്ടുണ്ടായിരുന്ന കാവ്യ വിൽപ്പത്തി എന്ന് എം പി ശങ്കരൻ നായർ വിവരിച്ച ആ ലോജിക്കലായുള്ള അർത്ഥത്തിൻ്റെ ആ ചങ്ങല നിരാകരിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നിന്നുള്ള വാക്കുകളെയും അതിൻ്റെ കോമ്പിനേഷനുകളെയും യോജിപ്പിച്ച് വലിയ അനുഭൂതി സൃഷ്ടിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ലോകം ഉണ്ടാക്കി. ഈ രാമേന്ദ്രൻ മാഷ ഒരു കവിതയും ഒരു മാഷക്കും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഏറ്റു പറയുന്നു. അത് അർത്ഥം കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടും. അങ്ങനെയുള്ള ഒരു അർത്ഥം പറയാനാവാത്ത മട്ടിലുള്ള, പക്ഷെ അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം. ഇത് കാവ്യാണോ അല്ലെ നിങ്ങൾക്ക് ചൊല്ലിക്കെട്ടാൽ അറിയും. അത് വേറെ വ്യാഖ്യാതമൊന്നും വേണ്ട, അത് നമുക്കറിയാം, നമ്മളുടെ അനുഭൂതിയിലുണ്ട്. പക്ഷേ അതിന് ഒരു ലോജിക്കലായിട്ട് ശബ്ദധാരാവലിയോ നിഘണ്ടു വെച്ചിട്ട് എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു വാച്യതലത്തിൽ അല്ലെങ്കിൽ അഭിനയയുടെ തലത്തിൽ അല്ലെങ്കിൽ സാധാരണ അർത്ഥത്തിൻ്റെ തലത്തിൽ വ്യാകരണ തലത്തിൽ അർത്ഥമില്ലെങ്കിലും, അതുകൊണ്ട് അധ്യാപനത്തിനോ ഒന്നും പറ്റില്ലെങ്കിലും അതിന് അർത്ഥവും അനുഭൂതിയും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാവ്യഭാഷയാണ് ആധുനികതയുടെ കാവ്യഭാഷ. ഇതാണ് മലയാളത്തിൽ സംഭവിച്ച വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. 60കളിലോ ഒക്കെ വന്ന സെമാൻറ്റിക്കായിട്ടുള്ള ഒരു അർത്ഥം അല്ലെങ്കിൽ സെമാൻറ്റിക്കായ തലത്തിൽ, സെമാൻറ്റിക് പറയുമ്പോൾ വാക്കിൻ്റെ അർത്ഥത്തിനെ കുറിക്കുന്ന ശാസ്ത്രം എന്നാണ്. ആ സെമാൻറ്റിക്സിൽ വന്ന മാറ്റമാണ് ആകെ ആളുകളെ അന്ധാളിപ്പിക്കുകയും അത്ഭുത സ്തബ്ധരാക്കുകയും അസ്വസ്ഥരാക്കുകയും ക്ഷുഭിതരാക്കുകയും വെറുക്കുന്നവരാക്കുകയും മാറി. കാരണം യുക്തിപരമായിട്ട് അതുവരെ 50കൾ വരെയും യുക്തിഭദ്രമായ ഒരു ഭാഷയിലാണ് ഈ കാവ്യശൈലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിരാമൻ നായർ ലേറ്റർ പീരീഡിൽ ഈ യുക്തിഭദ്രത മാറുകയും അത് ആർ രാമേന്ദ്രനിൽ കൂടെ വേറൊരു സൂക്ഷ്മത ആർജിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരും എഴുത്തുകാരും സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു കുലപതിയുടെ അല്ലെങ്കിൽ ഒരു മോഡേൺ ഈറ തുടങ്ങുന്നതിൻ്റെ ഒരു വലിയ സ്ഥാനം രാമേന്ദ്ര മാഷയ്ക്ക് ഉണ്ട് എന്നുള്ള വസ്തുത വളരെയധികം ആളുകൾ ഇതേവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം. കാരണം മറന്നു പോകരുത്. മാത്രമല്ല നിരൂപണത്തിൻ്റെ ജോലി തന്നെ ഇങ്ങനെയുള്ള പഴയ വിസ്മൃതരായി പോകുമാകുന്ന ആളുകളെ നമ്മൾ അതിൽ നിന്ന് വിസ്മൃതിയിൽ നിന്ന് കരകയറ്റി ഈ സമകാലികതയുമായിട്ട് ഘടിപ്പിക്കുക എന്നുള്ള ഒരു തുടർച്ച ഉണ്ടാക്കിയെടുക്കലാണ്. അതാണ് നിരൂപണത്തിൻ്റെ ഒരു ജോലി. ഇപ്പോൾ ഞാൻ നിരൂപണം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു രാമേന്ദ്ര മാഷ് ഉണ്ടായിരുന്നു, ഈ ഉണ്ടായിരുന്ന ആള് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. ഇത് നമ്മുടെ ഭാഷയെ, ഇന്നത്തെ ഭാഷയെ നവീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഗദ്യമാണോ പദ്യമാണോ വേണ്ടത് എന്നുള്ള വലിയ ഒരു വിവാദം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്തു.
ഈ രാമചന്ദ്രൻ മാഷാണ് ഗദ്യം ആയിട്ട് കവിത എഴുതാം എന്ന് ഗൗരവമായി തെളിയിച്ചൊരാൾ. നോക്കൂ, ഇത്ര സംസ്കൃത ജ്ഞാനം, ഇത്ര ഇംഗ്ലീഷ് ജ്ഞാനം, ഇത്ര മലയാള ജ്ഞാനം, ഇത്ര തമിഴ് ജ്ഞാനം ഒക്കെ ഉള്ള ഒരാൾ, അത് ഏത് വിധേനയും ഒരു യാഥാസ്ഥിതികനായി പോകാമായിരുന്ന ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹം സംസ്കൃതമൊക്കെ വളരെ നന്നായിട്ട് അറിയാം. കാളിദാസനും ഹിമാലയമാണ് എൻ്റെ തോഴന്മാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാളിദാസനും ഹിമാലയമാണ് എൻ്റെ തോഴന്മാർ. അങ്ങനെ അദ്ദേഹമാണ് ഈ പദ്യമല്ലാതെ എഴുതാം എന്നെഴുതാം. എങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു പിരിഞ്ഞു പോയ സുഹൃത്തിനോട് എന്ന് പറഞ്ഞ ഒരു കവിതയിലാണ്. അത് നോക്കി നിങ്ങൾക്കൊക്കെ കേട്ടാൽ മനസ്സിലാവും. ഇടിവെട്ടിനെ, കൊടുങ്കാറ്റിനെ, പേമാരിയെ ഭയന്ന് വഴിവക്കിലെ കന്മതിൽ കെട്ടിനുള്ളിൽ അഭയം തേടിപ്പോയോരൻ തോഴ. ഒരു സുഹൃത്തിനോട്, പിരിഞ്ഞു പോയ ഒരു സുഹൃത്തിനോട് അദ്ദേഹത്തിന് ഒരു കത്ത് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഇടിവെട്ടിനെ, കൊടുങ്കാറ്റിനെ, പേമാരിയെ ഭയന്ന് വഴിവക്കിലെ കന്മതിൽ കെട്ടിനുള്ളിൽ അഭയം തേടിപ്പോയോരൻ തോഴ. ഒരു ക്ലാരിറ്റി കുറവില്ല, വളരെ വ്യക്തമാണ്. ഏകനായി, ഞാനെന്ത് ചെയ്യുന്നു? ഏകനായി അതിദൂരലക്ഷ്യനായി, വളരെ ദൂരത്തേക്ക് കണ്ണുനട്ട് ഞാൻ ഇന്നും നടക്കുന്നു. എൻ്റെ തോഴൻ പിരിഞ്ഞുപോയി. അതിൻ്റെ സന്ദർഭമുണ്ട്. അതായത് കോഴിക്കോട്ട് കേരള സാഹിത്യ സമിതി എന്ന് പറഞ്ഞ NV കൃഷ്ണവാര്യർ, കക്കാട് വിഷ്ണുനാരായ അവരെല്ലാം കൂടി സാഹിത്യ സമിതി, ഇടതുപക്ഷ ചായയുള്ള എഴുത്തുകാരുടെ എന്നുള്ള പേരിൽ തുടങ്ങി. എതിരായിട്ട് സുമാറേക്കൂടെ, എം കുഞ്ഞ് എന്നൊക്കെ തുടങ്ങിയ NP മുഹമ്മദ്, അങ്ങനെ കുറേ ആൾ ജാഗ്രത എന്ന് പറഞ്ഞിട്ട് വേറൊരു സമിതിയും തുടങ്ങി. അപ്പോൾ രാമചന്ദ്രൻ മാഷ് രണ്ടിലും ചേർന്നില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പല വഴിക്ക് പോയി. അതിനെ ഒരു പക്ഷേ മുൻകൂട്ടി അല്ലെങ്കിൽ ധ്വനിപ്പിക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഭൗതിക ലോകത്തെ ധ്വനിപ്പിച്ചോളെന്ന് രാമചന്ദ്രൻ മാഷിക്ക് യാതൊരു നിർബന്ധമില്ല. ഏകനായി അതിദൂരലക്ഷ്യനായി ഞാനിന്നും നടക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പതാകാവാക്യമാണ്. സർഗശക്തി തന്നെ ആലസ്യം പോലെ വിളറിക്കിടന്നിടും വാനം. അതെന്തൊരു ഭംഗിയുള്ള, സർഗശക്തിയുടെ ആലസ്യം പോലെ ഈ ആകാശം വിളറിക്കിടക്കുന്നു. ചക്രവാളത്തിൽ അന്ധതമസ്സിൻ ഭീമഭീഷണാകാരം കൃത്തിനെ നെടുവീർപ്പാൽ മതിപ്പിച്ചതം പൂവിൻ നാട് ഏതെന്നറിയാതെ അലഞ്ഞ് ആർത്തി തേടിടും വാദം. ഏത് പൂവിൻ്റെ ഗന്ധമാണ് എന്നെ മതിപ്പിച്ചത് എന്ന് അന്വേഷിച്ച് അലയുന്ന കാറ്റ്. ശാപത്താൽ ശിലീഭൂതമാകിനൊരേതോ പ്രാചീന സാമ്രാജ്യത്തിൻ ദുഃഖകഥ പോലാം ലോകം. ഏതോ ശാപം കൊണ്ട് കല്ലായി തീർന്ന ഒരു പ്രാചീന സാമ്രാജ്യത്തിൻ്റെ ദുഃഖകഥ പോലെ ഇതാ ഈ ലോകം ഇങ്ങനെ കിടക്കുന്നു. എന്ത് ഗംഭീരമായിട്ടുള്ള ഇതാണ്. എങ്കിലും ഇതൊക്കെ മറവിയായി, എല്ലാം സാമ്രാജ്യങ്ങൾ ഇങ്ങനെ ശിലീഭൂതമായി കിടക്കുന്നു. പക്ഷേ എങ്കിലും നടപ്പൂ ഞാൻ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ കവിതയുടെ സ്വഭാവം. ഇതിലെന്താണ് നമ്മൾ കവിതയുടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ വൃത്തബന്ധം. ഇത് ഗദ്യമാണോ പദ്യമാണോ? കേയുടെ അടിസ്ഥാനം. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചില്ല. കഷ്ണിച്ച് പല ഖണ്ഡങ്ങളാക്കി മുറുക്കി അവനവൻ്റെ ഇഷ്ടത്തിന് അതിനെ മാറ്റിയെടുത്ത് ഒരു വൃത്തത്തിനെ മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഈ പരിപാടി ആദ്യം തുടങ്ങിയത് ഇദ്ദേഹമാണ്. VVK വാലത്താണ് എന്ന് TP രാജീവ് പ്രബന്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഇത്ര കവിതയില്ല. ഇത് അതിമനോഹരമായ അതിസാന്ദ്രമായ കാവ്യാനുഭവമുണ്ട്. ഈ വൃത്തം അതിനനുസരിച്ച് മാറും. നമ്മൾ നേരത്തെ കണ്ട ഈ കുന്നിൻചെരുവിലെ കയ്യിൽ ഉറങ്ങിക്കിടക്കുന്ന സന്ധികളുടെ വൃത്തം അത് ശരിയായ കാകളിയാണ്. ഇതൊന്നുമല്ല. ഇത് ആവാം, അല്ലാതിരിക്കാം, വെറുതെ വായിക്കാം, ഗദ്യം പോലെ വായിക്കാം. ഇതാണ് മലയാള കവിതയിലെ ഈ വൃത്തത്തിൻ്റെ ഗതി മാറ്റിയ ആദ്യത്തെ കവിത. അപ്പം നോക്കൂ, എന്തൊക്കെ അദ്ദേഹം സാധിച്ചു.
ഈ കവിതയുടെ രൂപത്തിന് പരിണാമം വരുത്തി, അതിൻ്റെ ആന്തരഭാവത്തിന് ശോകത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ വിസ്തൃതി നൽകി. ശോകം പോലെ ഇത്രയും വിസ്തൃതമായൊരു ഭാവമില്ല, ഭൂതകാലം പോലെ ഇത്രയും അനന്തമായും അളവില്ലാത്തതായ കാലമില്ല. അങ്ങനെയുള്ളൊരു കാലത്തെയും അങ്ങനെ രൂപത്തെയും ഒരുമിച്ച് ചേർത്ത് വലിയ കവിതയുടേത് മാത്രമായാലും വേറെ ഒന്നുമില്ല, ഒരു പ്രകൃതിയാണ് അതിൻ്റെ അടിസ്ഥാന ഭാവം. അങ്ങനെയുള്ളൊരു ലോകം അദ്ദേഹം കവിതയിലൂടെ നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു ലോകം നിർമ്മിക്കുന്ന, ഇങ്ങനെ ഒരു ഇത് മുന്നോട്ട് പോവുക, ഇതാണ് ആർ രാമചന്ദ്രൻ മലയാള കവിതയിൽ വരുത്തിയ ഒരു മാസ്റ്ററിൻ്റെ ടച്ചുള്ള, ഒരു പരിവർത്തന സ്വഭാവമുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കവി. ഇത്രയും ഗാഢമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ കവിയില്ല. അപ്പം അന്നൊക്കെ എന്താ പറയണ്ടേ, കവിതയിൽ ആ കാലത്ത് കവിതയിൽ എന്തുമാത്രം സംഗീതമായിരുന്നു. ഉദാഹരണത്തിന് അന്ന് ചെറിയാൻ അദ്ദേഹം എഴുതിയ പാലാഴി മഥനം എന്നുള്ള കവിതയിലെ സംഗീതം എന്നുള്ളത് കേട്ട് അത്ഭുതപ്പെടും. ആദിജലത്തിൽ അലഞ്ഞു നടന്നോരാലിലതൻ ആകൃതി കൊണ്ട് ആദിമതാമര വിദലിതമാവാൻ വിഭ്രമമാർന്നൊരു നാഭിക്കുഴിയുടെ മാതിരി. ആദിജലത്തിൽ അലഞ്ഞു നടന്നോരാലിലതൻ ആകൃതി കൊണ്ട് ആദിമതാമര വിലലിതമാവാൻ വിഭ്രമമാർന്നൊരു നാഭിക്കുഴിയുടെ മാതിരി. ശംഖഗദാപത്മങ്ങളടങ്ങിയ ചക്രം മാതിരി നിന്നു തിരിഞ്ഞു ചുഴി അവിരാമഭംഗം. ഇതൊക്കെ എന്തോ ഒരു വൃത്ത വൈവിധ്യം. കരങ്ങിനെയാണ്, കരങ്ങിനെ കൊഴുത്ത് വരികയാണ്. ഒരു നാൾ പിന്നെ പക്വഫലങ്ങൾ നിറഞ്ഞ വിലക്കപ്പെട്ട മരത്തിൽ ധർമാധർമ്മ വിവേചന ബുദ്ധി ആശകൾ ആവേശങ്ങളുമരുളിന സുഖദുഃഖങ്ങളുടെ നേർക്ക് ഒരു ചാരുത മാതിരി, ചലനം മാതിരി ആദിവനത്തിലൊരാദമുണർന്നു. മനുഷ്യചരിത്രം ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ എന്തൊരു സംഗീതമയമായിട്ടുള്ള ഭാഷയാണ്. ഇത് എല്ലാവരും ഉണ്ട്. പാലൂരിലുണ്ട്, അയ്യപ്പണിക്കലൊക്കെ അസാധ്യമായിട്ട്. ഉദാഹരണത്തിന് ഉടുമ്പുപുരാണത്തെ ആ കുട്ടനാട്ടിലെ കൃഷി, അതൊക്കെ നമ്മളിന്ന് ഇതൊക്കെ സാധ്യമാണോ എന്ന് നമുക്ക് തോന്നും. കന്യകമാസമടർന്ന് തുലാത്തിൻ മഞ്ഞണി മധുരിമ വരവായപ്പോൾ എന്താണ് ഇങ്ങല, എനിക്ക് ഓർമ്മ പ്രശ്നമില്ല. കുഞ്ഞൻകുലയനോട് ഒതീകായൽ ചെല്ലുക, നിന്നുടെ ഉടയോൻകാതിൽ ചൊല്ലുക, ഋതുവിധി മാറിയ കായൽ കതിർമണിയോ നിറമണി കാത്തു കിടക്കുമെന്നും നിറപറ നോക്കി വിതയ്ക്കണമെന്നും. തൃക്കാർത്തികയുടെ ദീപാരാധന, തിരുവാതിരയുടെ ഗാനാലാപന. തൃക്കാർത്തികയുടെ ദീപാരാധന, തിരുവാതിരയുടെ ഗാനാലാപന. നൃത്തവിലാസം വന്നല്ലോ ഞാറ്റുവേലകൾ, വന്നല്ലോ ഞാറുനടും വേളകൾ. ഒരു രണ്ടില മൂന്നില നാലില വീശി വളർന്നതും ആരും അറിഞ്ഞില്ലെന്നും തളിരിലെ മഞ്ഞ കലർന്നതും ആരും അറിഞ്ഞില്ലെന്നും. എന്നിട്ട് എല്ലാം പൂവേ പോലെ ആടി അണഞ്ഞല്ലോ എന്നാണ് അതിൻ്റെ അവസാനം. ഇങ്ങനെ ഓരോ കവിതകളും ഇങ്ങനെ പാലൂരിൻ്റെ ഉഷസ്, ഇങ്ങനെ അന്നത്തെ പുതുമുദ്രകൾ മാത്രം നോക്കിയാൽ മതി. എന്തുമാത്രം സംഗീതമാണ് അന്ന് കവിതയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എല്ലാ കവിതകൾക്കും അതിഗംഭീരമായിട്ടുള്ള സംഗീതം ഉണ്ടായിരുന്നു. പക്ഷേ രാമേന്ദ്ര മാഷി കവിതയിലാണ് ഈ സംഗീതം കുറുകാൻ തുടങ്ങി. പാലട കുറുക എന്ന് പറയുന്നത് പോലെ അത് വീണ്ടും കുറുകാൻ തുടങ്ങി. അത് കൃത്യം, അത് ഷാർപ്പ്, അങ്ങനെ അത് ഒരു കത്തിയുടെ മുഴ പോലെ തീക്ഷ്ണതയുള്ള ഷാർപ്പ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു കാവ്യഭാഷ ഈ സംഗീത പ്രധാനമായിട്ടുള്ള കാവ്യഭാഷയിൽ നിന്ന് വ്യത്യാസമായിട്ട് വേറെ മൂർച്ചയേറിയ പ്രിസൈസുമായിട്ടുള്ള ഒരു കാവ്യഭാഷ ഉണ്ടാക്കി. ഇതാണ് മറ്റേ രാമേന്ദ്ര മാഷ് ഉണ്ടാക്കിയ വേറൊരു വ്യത്യാസം. ഇതൊക്കെ ആറ്റൂരും ഇതേ വഴി തന്നെയാണ് തുടരുന്നത്. ആറ്റൂരിൽ ഒരു വ്യത്യാസമില്ല. ഇങ്ങനെ ഒരു കാവ്യ പാരമ്പര്യത്തിന് കുഞ്ഞിരാമൻ നായരാണ് തുടങ്ങി വെച്ചത്, രാമചന്ദ്രൻ മാഷിലൂടെയാണ് വളർന്നത്, ആറ്റൂരിലൂടെയാണ് മുന്നോട്ട് പോയത്. ഈ ഒരു രീതി ഒരു വലിയ ട്രഡീഷൻ്റെ നടുക്കണ്ണിയായിരിക്കുക, അങ്ങനെ സംഭാവന ചെയ്യുക, അതാണ് രാമേന്ദ്ര മാഷ് ആധുനിക കാലത്ത് ചെയ്ത അവിസ്മരണീയമായ കാവ്യ സംഭാവന.
അദ്ദേഹത്തിൻ്റെ ദിവ്യ ദുഃഖത്തിൻ്റെ നിഴലിലുള്ളത്, പിന്നെ ഇരുട്ട് നോക്കി നിൽക്കുമ്പോഴുള്ള അനുഭവങ്ങൾ, സന്ധ്യയെ കൂടുതൽ എനിക്ക് ഈ ഇരുട്ട് വരുന്ന ഇരുട്ടിൻ്റെ ഒരു ഇങ്ങനെ ദേശീയ പ്രസംഗം കേട്ടിരിക്കുമ്പോൾ ഒരുപാട് ഇരുട്ടുകൾ അങ്ങനെ മനസ്സിൽ വന്നു. ഈ നമ്മുടെ KG ശങ്കരപ്പിള്ള പറയുന്ന ചില ഇരുട്ടുകളുണ്ട്. ഈ ചവറയിലും ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മനാട് കടമ്പനാട് ഒക്കെ അനുഭവിക്കുന്ന ഒരു ഇരുട്ട്, ആ ഇരുട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. ദേശീയ പ്രസംഗം എന്തായാലും വളരെ സന്തോഷം. KCയുടെ സംസാരം കേൾക്കുമ്പോഴാണ് എനിക്ക് വേറെ ഉള്ളത് അങ്ങനെ തോന്നുന്നത്. നമുക്ക് പല ആശയങ്ങളും വരും, ഒരുപാട് കാര്യങ്ങൾ തുറന്നിട്ട് തരുന്നൊരു പ്രസംഗമാണ് ആറ്റൂരിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പം മൗനം ഞാൻ വിചാരിച്ചത് ആറ്റൂരിനെ കുറിച്ചായിരിക്കും സംസാരിക്കാനാണ്. ഞാൻ ആറ്റൂരിൽ അങ്ങനെ ഒരു മൗനത്തിൻ്റെ ആളായതുകൊണ്ട്. പക്ഷെ ഇത് ഗംഭീരമായൊരു അനുഭവമായിരുന്നു. വളരെ നന്ദി. ഇത് നടത്തിയ ഗ്രാമീയക്കും നന്ദി, KC ഇതിനു വേണ്ടി കണ്ടുപിടിച്ചതിന് നന്ദി, KC നടത്തിയ പ്രഭാഷണത്തിനൊക്കെ നന്ദി. മൗനം എന്ന് പറയുന്നത് കവികളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇപ്പോൾ ഹരിശങ്കരൻ അശോകൻ വളരെ കവിതയെ വേറെ രീതിയിൽ സമീപിക്കുന്ന ഒരു പുതിയ എഴുത്തുകാരനാണ്, കേട്ടിട്ടുണ്ടാവും. ഹരിശങ്കരൻ അശോകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വളരെ തമാശ രീതിയിലാണ് എഴുതിയിട്ടത്. വളരെ അന്തർമുഖരായിട്ടുള്ള അല്ലെങ്കിൽ പ്രണയനഷ്ടം കൊണ്ട് കവികളായിട്ടുള്ള ആളുകളെയൊക്കെ വലിയ സാംസ്കാരിക നായകരായിട്ട് കണ്ടുകൊണ്ട് അവരെ സ്റ്റേജിൽ കയറ്റിയിരുത്ത് അവരെല്ലാ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് ശുദ്ധ ഭോഷ്കാണ് എന്നുള്ള രീതിയിലൊക്കെ ഹരിശങ്കരൻ അശോകൻ എഴുതിയിട്ടുണ്ട്. നല്ലൊരു കവിയാണ് പുള്ളി, വളരെ കൃത്യമായിട്ട് സമൂഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ തമ്പി സാർ പറഞ്ഞതുപോലെ നിശബ്ദനായിരിക്കാനും കവിക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. നിശബ്ദതയിൽ നിന്നാണ് പല കവിതകളും ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലുമുള്ള ആ ഒരു സംഭാഷണമാണ് നമ്മളിവിടെ കേട്ടത്. ഞാൻ ഈ കവിത വായിക്കുന്നത് എൻ്റെ നാട് എന്ന കവിതയാണ്. കവി R. രാമചന്ദ്രൻ്റെ. മൗനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ കവിത വായിക്കാം. ഈ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 കേരളോത്സവത്തിൻ്റെ സംസ്ഥാനതല മത്സരം നടക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. അന്ന് ഞാൻ അവിടെ പോയി താമസിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ജയൻ കുപ്പാടിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാനും ജയൻ ചേട്ടനും പിന്നെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നൊരു ജീവൻലാലുണ്ട്, അവന് കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു CPM-ൻ്റെ പ്രവർത്തകനാണ്, അന്നേ തന്നെ SFIയുടെ വലിയ നേതാവായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരിൽ നിന്ന് സംസാരിക്കുക കവിതയെക്കുറിച്ച്. അപ്പോൾ ജയൻ ചേട്ടൻ കവിത എഴുതുന്ന ആളാണെന്ന് നമുക്കറിയാം. ജയൻ ചേട്ടൻ മോൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പുള്ളി വന്നിട്ട് ഇവിടെയാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ വാതിലിൽ അവിടെ വന്നെന്ന് ആ കവിതകൾ മുഴുവൻ ഇങ്ങനെ സംസാരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ കേട്ട് നിൽക്കുകയാണ് ആള്. അപ്പോൾ നമ്മൾ പുതിയൊരാൾ വന്നു, അത് എന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിൽ 7ാം ക്ലാസ്സുകാരൻ വന്ന് നിൽക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഒരു 3 വർഷത്തിന് ശേഷം ഈ പയ്യൻ്റെ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നു. ഭയം എന്നുള്ള പേരുള്ള ആ കവിത വളരെ പ്രശസ്തമാകുന്നത് മാത്രമല്ല, ഒരുപാട് ആളുകൾ അത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ കവിത ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് ആ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തൊരു കവിതയാണ് ഭയം എന്ന കവിത. ആ കവിത എഴുതിയത് ധ്രുപദ് ഗൗതം എന്ന് പറഞ്ഞ ജയൻ ചേട്ടൻ്റെ മകനാണ്. അപ്പോൾ വളരെ നിശബ്ദനായിട്ട് നിൽക്കുന്ന ആൾക്ക് അവരുടെ മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്കത് എഴുതാനുള്ള ഒരു സ്ഥലം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത്രയും കാര്യങ്ങളുണ്ട്. നിശബ്ദരായിരിക്കുന്നവരൊക്കെ ഒന്നും പറയാനില്ലാത്ത ആളുകളല്ല, അവർക്ക് ഒരുപാട് പറയാനുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ള രീതിയിലും മൗനത്തിനെ ആയി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. ഈ കവിതയുടെ പേര് എൻ്റെ നാട്. നിറവേറാത്തതാമേതോ പഴയ മോഹത്തിൻ ക്ഷീണസ്മരണ പോലെ നാടെന്നിലുറങ്ങിടുന്നു. നിറവേറാത്തതാമേതോ പഴയ മോഹത്തിൻ ക്ഷീണസ്മരണ പോലെ നാടെന്നിൽ ഉറങ്ങിടുന്നു. പരക്കുന്നു പുലരിതൻ തുടുനിറം കുതിച്ചെത്തും ഇരുളിൻ്റെ ജയോന്മത്തഹാസം കണക്കെ. പരക്കുന്നു പുലരിതൻ തുടുനിറം കുതിച്ചെത്തും ഇരുളിൻ്റെ ജയോന്മത്തഹാസം കണക്കെ. പരിചിതമല്ലാത്തേതോ വസതിയിൽ കയറിന പടുവിഡ്ഢിയെപ്പോലെ നിൽപ്പൂ പകൽ വെളിച്ചം. പരിചിതമല്ലാത്തേതോ വസതിയിൽ കയറിന പടുവിഡ്ഢിയെപ്പോലെ നിൽപ്പൂ പകൽ വെളിച്ചം.
പഴം കഥ പുലമ്പുമ്പോൾ മറവിയിൽപ്പെട്ട നാട്ടുമുതുമുത്തശ്ശി പോലന്തി കുനിഞ്ഞിരിപ്പു. പഴം കഥ പുലമ്പുമ്പോൾ മറവിയിൽപ്പെട്ട നാട്ടുമുതുമുത്തശ്ശി പോലന്തി കുനിഞ്ഞിരിപ്പു. നിറവേറാത്തതാമേതോ പഴയ മോഹത്തിൻ ക്ഷീണസ്മരണ പോൽ നാടെന്നിൽ ഉറങ്ങിടുന്നു. നിറവേറാത്തതാമേതോ പഴയ മോഹത്തിൻ ക്ഷീണസ്മരണ പോൽ നാടെന്നിൽ ഉറങ്ങിടുന്നു. നടക്കുന്നു ഞാൻ ഈ നാടിൻ മകൻ ഏതോ ഗദ്ഗതത്തിൻ നിലയ്ക്കാത്ത മാറ്റൊലി പോൽ വിറപ്പുകാലം. നടക്കുന്നു ഞാൻ ഈ നാടിൻ മകൻ ഏതോ ഗദ്ഗതത്തിൻ നിലയ്ക്കാത്ത മാറ്റൊലി പോൽ വിറപ്പു കാലം. താങ്ക് യു. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മഹാഭാരതത്തിലെ ചില മൗനങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹം രണ്ടാം മൂഴം എന്നൊരു നോവലിലേക്ക് എത്തിയത്. അതുപോലെ തന്നെയാണ് പുള്ളി വടക്കൻ വീരഗാഥ സിനിമയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. വടക്കൻ പാട്ടുകളിലെ ചില മൗനങ്ങൾ അതിനുള്ളൊരു ഉത്തരം അല്ലെങ്കിൽ അത് പൂരിപ്പിച്ചപ്പോഴാണ് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. അങ്ങനെ മറ്റൊരു കൃതി അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ മറ്റൊരാളുടെ മൗനം, സ്വന്തം മൗനം പോലും കവിതയും മറ്റൊരു സാഹിത്യ സൃഷ്ടിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് വളരെ സുന്ദരമായിട്ടാണ് കെ സി നാരായണൻ സാർ ഇവിടെ പ്രഭാഷണം നടത്തിയത്.